നമസ്കാരം. നമ്മുടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ. കാരണം അനുഭവിക്കുന്നത് നമ്മളാണല്ലോ, അപ്പോൾ പറയാതിരിക്കുന്ന വൃത്തിയില്ല. അതിലേക്ക് നേരിട്ട് കടക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിനൊരു വലിയ ആഘാതം, വലിയ അടി, വലിയ കൂടമെടുത്തടിക്കുന്നത് പോലെയൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആദ്യം ചെറിയ ആമറിന് 2 കൊട്ട് തരാം, അതിനുശേഷം അതിലേക്ക് എത്തിക്കാം. സംഗതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്ര ഭീകരമായിരിക്കും എന്നുള്ളത്. നമുക്ക് ചെറിയ കൊട്ടിൽ നിന്ന് തുടങ്ങാം. ഈ നവകേരള ധൂർത്ത് നടന്നിരുന്ന കാലം അറിയാലോ. ആ കാലത്ത് അരീക്കോട് ഒരു സംഭവം നടന്നിരുന്നു. നിസാർ ബാബു എന്നൊരു യൂട്യൂബറെ കയ്യേറ്റം ചെയ്ത് അവന്റെ 1.5 ലക്ഷം രൂപയുടെ മൊബൈലും മോഷ്ടിച്ച് മൈക്കും മോഷ്ടിച്ച CPM-ന്റെ ഗുണ്ടകൾ നമ്മൾ കണ്ടതാണത്. വീഡിയോ സഹിതം, മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ സഹിതം എടുത്തു കൊടുത്തിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല, സാധനം വാങ്ങി കൊടുത്തിട്ടില്ല, അത് പിടിച്ചെടുത്ത് കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ സർക്കാരിന്റെ മുന്നിലുള്ള ഒരു എക്സാമ്പിൾ. എന്തായിരുന്നു അതിന്റെ കാരണം? 1200 1300 രൂപ മാത്രം ഫീസ് ഉണ്ടായിരുന്ന, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്ന, കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ പെർമിറ്റ് ഫീസ് 23,000 24,000 25,000 കൊടുക്കേണ്ടി വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രോഷം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇത്രയധികം ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അറിയിച്ചതാണ് കുറ്റം. എന്ത്? ഈ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞതിനാണ് ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചത്. അപ്പോൾ ഇതൊരു ചെറിയ കൊട്ടായിട്ട് നിങ്ങൾ കാണാം. ഇനി നിങ്ങൾക്കൊക്കെ വരാൻ പോകുന്ന അടുത്ത വലിയ കൊട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വരും. എന്താ സംഭവം മനസ്സിലായില്ലേ? ഒരു വീട്, എല്ലാവർക്കും വീടൊന്നുമില്ല, വീടൊരു സങ്കല്പമാണ്. വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഫീസ്, ആ ഫീസ്, ഈ ഫീസ് എന്ന് പറഞ്ഞിട്ട് അവനെ കോല വിളിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഒരു വീട് വാടകയ്ക്ക് എടുക്കാന്ന് വെച്ചാലോ, ഇനി അത് നടക്കൂല. വാടകയ്ക്ക് ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിലവിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു വാടക വീടായാലും അതുപോലെ വാടകയ്ക്ക് ഒരു റൂമായിരുന്നാലും നമ്മൾ ചെയ്തിരുന്നത് ഒരു 100 രൂപേന്റെ മുദ്ര പേപ്പർ അല്ലെങ്കിൽ ഒരു 500 രൂപേന്റെ മുദ്ര പേപ്പർ, അത് വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച് അത് വാങ്ങും. അത് വാങ്ങി അതിനകത്ത് എഗ്രിമെന്റ് എഴുതും. 11 മാസത്തെ എഗ്രിമെന്റ് ആണ് നമ്മൾ എഴുതുക. അറിയാലോ, മലയാളികളുടെ സ്വഭാവം കൊണ്ട് 11 മാസം കൂടുമ്പോൾ പുതുക്കി പോവുകയാണ് ചെയ്യുക. അപ്പോൾ 100 രൂപയുടെ മുദ്ര പേപ്പറിൽ ഈ 11 മാസത്തെ വാടകയുടെ എഗ്രിമെന്റിന്റെ കാര്യങ്ങൾ എഴുതും. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കും. ഇനി ഡിപ്പോസിറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് കൊടുക്കും, വാടകയും കൃത്യമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇനി ഒരു കച്ചവട സ്ഥാപനമാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവൻ 1, 2, 3 ലക്ഷം രൂപ ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കും. ഒരു 100 500 രൂപയുടെ മുദ്ര പേപ്പറിൽ ഒരു എഗ്രിമെന്റ് എഴുതും. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് റെന്റ് എഗ്രിമെന്റ് കൊടുത്ത് കണ്ട ലൈസൻസ് ഒക്കെ വാങ്ങി മൂപ്പര് കച്ചവടം തുടങ്ങി കൊണ്ട് പോകും. ഇനി അഥവാ 2, 3, 4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് കച്ചവടം നഷ്ടമായിരിക്കും, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ കടയിൽ ഇറക്കിയ പൈസ നഷ്ടപ്പെടും, പക്ഷെ അഡ്വാൻസ് തിരിച്ചു കിട്ടും. ആ പൈസയും കൊണ്ട് അയാൾക്ക് പോകാം. ഇതായിരുന്നു നിലവിലുള്ള ഒരു അവസ്ഥ. എന്നാൽ ഇനി അത് നടക്കൂല. ഇനി നിങ്ങൾ വീട് വെക്കാൻ നിവൃത്തിയില്ല, ഒരു വാടകയ്ക്ക് ഒരു ക്വാർട്ടേഴ്സോ ഒരു വീടോ വാടകയ്ക്കെടുത്ത് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ, ഒരു 4, 5, 5,000 രൂപയുടെ ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ 500 രൂപയുടെ മുദ്ര പേപ്പറിൽ നിങ്ങൾ റെന്റ് അഗ്രിമെന്റ് എഴുതണം. അങ്ങനെ 100 രൂപയുടെ സ്ഥാനത്ത് 500 രൂപ എഴുതണം. നേരത്തെ 100 രൂപയുടെ മുദ്ര പേപ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ ഒരു വാലിഡായ പ്രൂഫ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് പറ്റൂല. ഇനി വരാൻ പോകുന്നത് 500 രൂപയുടെ മുദ്ര പേപ്പറിൽ നിങ്ങൾ എഗ്രിമെന്റ് എഴുതിയിരിക്കണം. പോരാഞ്ഞിട്ട് അത് രജിസ്റ്ററും ചെയ്യണം. ഇനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾ എത്ര കാലമാണോ താമസിക്കുന്നത് അത്രയും കാലത്തെ മുഴുവൻ വാടക നിങ്ങൾ കണക്ക് കൂട്ടും. നിങ്ങളൊരു 5 വർഷത്തേക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 വർഷത്തേക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ 10 വർഷത്തെ മുഴുവൻ വാടക എടുക്കും. എന്നിട്ട് അതിന്റെ 8% പൈസ രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി ഒരു കച്ചവടക്കാരൻ ഒരു പീടിക റൂം എടുക്കണം, ഒരു കട റൂം എടുത്തിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കട റൂം എടുക്കുന്നു. കട റൂം എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പീടികക്കാരന് 1, 2, 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് 500 രൂപയുടെ മുദ്ര പേപ്പറിൽ നിങ്ങൾ എഗ്രിമെന്റ് എഴുതുന്നു. 500 രൂപയുടെ മുദ്ര പേപ്പറിൽ എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്യണം. അത് നിർബന്ധമാണ്. അത് വാടക വീടായാലും ഈ റൂമായാലും കച്ചവടത്തിന് എടുക്കുന്ന റൂമായാലും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്യുന്നതാണ് രസം. ഒന്നുകിൽ ആ മുഴുവൻ വാടകയുടെ 8%, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ്, അവർക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം. ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുഴുവൻ വിലയുണ്ടല്ലോ, അതായത് ന്യായവില, സർക്കാർ നിശ്ചയിച്ചെടുത്ത ഒരു വിലയുണ്ട്, ആ വിലയുടെ ഒരു നിശ്ചിത ശതമാനം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. എന്ത്? രജിസ്ട്രേഷൻ ഫീസായിട്ട്. നിങ്ങൾ 2, 3, 4 മാസം കഴിഞ്ഞ്, ഒരുപക്ഷെ 6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, കച്ചവട നഷ്ടത്തിലാണ്, പൂട്ടിപ്പോവാണ്, നിങ്ങൾ 10 വർഷം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്, 10 വർഷത്തെ എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് 500 രൂപയുടെ മുദ്ര പേപ്പറിൽ നിങ്ങൾ എഗ്രിമെന്റ് എഴുതി 1, 2, 3, 4 മാക്സിമം 5 വർഷമെങ്കിലും കച്ചവടം ചെയ്യാൻ തയ്യാറാവുമല്ലോ.
എന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ഡെപ്പോസിറ്റും കൊടുത്ത് പോരാഞ്ഞിട്ട് ലക്ഷങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. ഇത്രയും ഫീസെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ കച്ചവട നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് അതിന്റെ മുതലാളി തിരിച്ചു തരും, ബിൽഡിംഗ് ഓർഡർ നിങ്ങൾക്ക് തിരിച്ചു തരും. ആ കടയിൽ നിങ്ങൾ ചിലവാക്കിയിട്ടുള്ള പണം നിങ്ങൾക്ക് നഷ്ടവും വരും. അതിന് പുറമെ നിങ്ങൾ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള പണം ഉണ്ടല്ലോ, ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് പോവും. ഗോവിന്ദ, മനസ്സിലായില്ലേ? നമ്മുടെ പിണറായി സർക്കാരിന്റെ പുതിയ നയമാണ്. അതായത് നഷ്ടത്തിലായി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കൊടുക്കൂല. 10 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ വർഷവും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് ഫീസ് കൂടുതലാ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. ഇപ്പോ 11 മാസത്തെ എഗ്രിമെന്റ് വെച്ചേക്കണേ. ഈ 11 മാസത്തെ എഗ്രിമെന്റിന് നമ്മൾ എന്ത് ചെയ്യും? പീഡിയക്കാർ 11 മാസത്തിൽ കൂടുതൽ തരൂല. കാരണം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു പോകൂല എന്നുള്ളത് അവർക്കൊരു പേടിയാണ്. അങ്ങനെ വരുമ്പോൾ 11 മാസത്തെ എഗ്രിമെന്റ് എഴുതും. ആ 11 മാസത്തേക്ക് ഒരു 500 രൂപേന്റെ മുദ്ര പേപ്പർ വാങ്ങും. എന്നിട്ട് ആ 11 മാസത്തേക്ക് ആ സ്ഥല വിലയുടെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുഴുവൻ വിലയുടെ, അതായത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിലയുണ്ട്, ന്യായവില, അതിന്റെ നിശ്ചിത ശതമാനം, അതല്ലെങ്കിൽ ഈ 11 മാസത്തെ വാടകയുടെ ടോട്ടൽ വാടകയുടെ 8% ഡിപ്പോസിറ്റുകൾ കൊടുക്കണം. അപ്പോൾ ഒരു കട തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ നിങ്ങൾ ഏറെ മുടക്കണം? നിങ്ങൾ പറയും. ആലോചിച്ച് നോക്ക്. ഓരോ ഇതിനെല്ലാം പുറമെ വാടക തന്നെ കൊടുക്കുന്നത് ഒപ്പിച്ചാണ്. ഭീമമായ വാടകയാണ്. ആ വാടക കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും വയറ് മുറുക്കി കെട്ടിയിട്ടാണ് പോകുന്നത്. പൂട്ടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി വീട്ടിൽ വേണമല്ലോ, വീട്ടിലേക്കുള്ള അരിയും പച്ചക്കറിയും മാത്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് കട നടത്തുന്നവരുണ്ട്. നഷ്ടം കൊണ്ട് കുടുങ്ങി നിർത്താൻ കഴിയാതെ കടക്കാരുള്ളത് കൊണ്ട് മാത്രം നടത്തി പോകുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ മേലാണ് വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു അപാരമായ ഒരു ഫീസ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ 11 മാസത്തിലും ആയിരങ്ങൾ 10,000 രജിസ്ട്രേഷൻ ഫീസായിട്ട് ഇനി വേണം, എങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ഒരു വീട് വെക്കാൻ സമ്മതിക്കൂല. ഇനി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒരു വാടക വീട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 11 മാസത്തെ എഗ്രിമെന്റ് ഒന്നും അല്ല, സാധാരണ എഗ്രിമെന്റ് വെക്കാറില്ല. എങ്കിലും 11 മാസത്തെ എഗ്രിമെന്റിൽ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 500 രൂപ പ്ലസ് ടോട്ടൽ വാടകയുടെ 8%, അതല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടിന്റെയും പറമ്പിന്റെയും കൂടെ മുഴുവൻ വിലയുടെ നിശ്ചിത ശതമാനം ആര് കൊടുക്കണം? ഈ വാടകയ്ക്ക് എടുക്കുന്നോ കൊടുക്കണം. വീട് വെക്കാൻ നിവൃത്തിയില്ലാതെ, സ്വന്തമായി വരുമാനമില്ലാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു 4,000-5,000 രൂപ വാടക കൊടുത്താലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് വാടക വീട്ടിലേക്ക് പോകുന്നവരോടാണ് ഈ പിഴിയുന്നത്. അതായത് ഏതൊക്കെ വിധത്തിൽ പിഴിയാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. എന്നാൽ ഏറ്റവും രസം എന്താണെന്നറിയാം? ഇതിനെക്കുറിച്ച് നമ്മൾ പ്രതിപക്ഷം അനങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അറിയാം. കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെർമിറ്റ് ഫീസ് വന്നു, വലിയ ചർച്ചയായി, ഭയങ്കര വിഷയമായി. കാരണം നിസാർ ബാബു വിചാരിച്ചപ്പോൾ അത് നടന്നു. പക്ഷേ പ്രതിപക്ഷം അനങ്ങിയില്ല, ആരും സമരം നടത്തിയില്ല. എല്ലാവരും ഫീസ് കൊടുക്കുന്നുണ്ട്. പുതിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഫീസ് കൊടുക്കണം. സത്യത്തിൽ ഓരോരുത്തർക്കാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് കൂട്ടായ ഒരു സമരം ഉണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ നടപടികൾ എടുത്തത്, അല്ലെങ്കിൽ ഇത്ര ഫീസ് വർധന വരുത്തിയത്. ഇത് മാത്രമാണോ? എവിടെയാ ഫീസ് കൂടാത്തത്? ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വേറെ ഫീസുണ്ട്. മറ്റ് ഫീസുകളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വീഡിയോകൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇനി അതിവിടെ ആവർത്തിക്കുന്നില്ല. ഏതായാലും ഇവിടെ നിലവിൽ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കൂല. കൊടിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും, അത് പൂട്ടും. ഇനി അങ്ങനെ കൊടി പിടിക്കാൻ ഡിവൈഎഫ്ഐന്റെ CPMന്റെ ഗുണ്ടകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത സർക്കാർ തന്നെ നേരിട്ട് അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് ഇൻഡാസും കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ വിട്ടേക്കാണ്. ഇനി അങ്ങനെ നിങ്ങൾ കച്ചവടം ചെയ്യേണ്ട. അതായത് ഒരു നിലയ്ക്കും ഇവിടെ ജീവിക്കാൻ അയക്കൂല. ഏതായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനും ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ജീവിതം എളുപ്പമാക്കാനും അവന് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇതെല്ലാം ഉറപ്പുവരുത്താനും അവന്റെ ആരോഗ്യം, ശുചിത്വം ഇതൊക്കെ ഉറപ്പുവരുത്തി അവന്റെ ജീവിതം ക്രമപ്പെടുത്തി അവനെ സ്വർഗതുല്യമായ ജീവിതം നയിക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത് ഭരണത്തിലേറിയ വിറ്റകൾ ചെയ്യുന്നത് ഓർത്തിട്ട് പ്രതിപക്ഷവും ഉണ്ടെന്നില്ല. ഇവിടുത്തെ സഖാക്കൾ, അണികൾ, വോട്ട് കുത്തിയവർ, അവർക്കെങ്കിലും ഒന്ന് പ്രതികരിച്ചുകൂടെ?